മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. ഓണം അവസാനത്തെ നാളോട് അനുബന്ധിച്ചിട്ട് നടക്കുന്ന പുലിക്കളി ആണ് ഇന്നത്തെ വിശേഷം കേട്ടോ. പുലിക്കളീനെ പറ്റി പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂരുകാർക്ക് ഗംഭീര ഒരു ആഘോഷമാണ് നമ്മുടെ പുലിക്കളി കേട്ടോ. അപ്പൊ ഈ ഒരു കൊല്ലത്തെ പുലിക്കളി നമുക്ക് എന്തായാലും ഒരുമിച്ച് ആസ്വദിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു വിശേഷങ്ങളിലേക്ക് പോവല്ലേ. പോരേട്ടാ പച്ചമര. ഇത് നമ്മുടെ കേരളവർമ്മ കോളേജ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പുലിക്കളി വേഷം കെട്ടിപ്പിക്കണേ. അപ്പൊ ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഹെയർ ഒക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് അവര് അതിനെ ജസ്റ്റ് കണ്ടോ. ഇപ്പൊ ഈ ചേട്ടനെ കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് വരച്ചേക്കാണ് കേട്ടോ ആ പുലിയുടെ രൂപം. ചേട്ടാ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ പെയിന്റ് ചെയ്യാം അല്ലേ? പെയിന്റ് ചെയ്ത് കൊണ്ടുവരും അല്ലേ? ഓക്കെ, പുലിയാക്കി മാറ്റും നമ്മളെ. അപ്പൊ ഇത് എത്ര നേരം പിടിക്കും ചേട്ടാ മൊത്തം? ഒരു പുലിക്ക് 1 മണിക്കൂർ അല്ലേ? ഇന്ന് ഫുള്ള് ഇതിനു വേണ്ടി സമർപ്പിച്ചു. പക്ഷേ നമ്മുടെ കാനാട്ടുകാര ദേശം പുലിക്കളിയുടെ മെയിൻ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ സുനിച്ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. സുനിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് അല്ലേ? അതെ അതെ. എന്താ പറയാ, തൃശ്ശൂരുകാരുടെ വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു ദിനം തന്നെയാണ്. അതെ അതെ. പൂരം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പൂരാണ് നമ്മുടെ പുലിക്കളി. ഓക്കെ സുനിച്ചേട്ടാ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് എന്താ പറയാ പുലിക്കളിയുടെ ആ ഒരു വൈബ് ഉണ്ടായിട്ടുള്ളത് തൃശ്ശൂര്? വൈബ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, എന്റെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ പുലിവേഷം അതുപോലെ കുമ്മാട്ടി വേഷങ്ങളൊക്കെ ഇട്ട് നടന്ന് മേളത്തിനോടൊപ്പം ചൂട വെച്ചിട്ട് നമ്മള് വലിയൊരു ഉത്സവം പോലെയാണ് നമ്മൾ കൊണ്ടുവന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് അറിയാൻ കാരണം എന്നാണെങ്കിൽ, പണ്ട് ശക്തന്റെ അവിടുന്ന് ഇറങ്ങുമ്പോ നമ്മൾ പട്ടാള മാർക്കറ്റ് ഉണ്ട്. പട്ടാള മാർക്കറ്റില് ചെട്ടിയാന്മാരാണ് പണ്ട്. അവിടെ ഒരുപാട് ചെട്ടിയാന്മാരുണ്ട്. ഇപ്പൊ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ അമ്പലങ്ങളൊക്കെ, അതുപോലെ ചെട്ടിയാന്മാരാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചതാണ് എനിക്ക് കേട്ടുള്ള അറിവ്. അതാണെങ്കിൽ അവരാണ് മേളം കൊണ്ട് ഓരോ ദേശക്കാരെ വന്ന്, അന്ന് വെളിയന്നൂര് കൊക്കാല ദേശം അതുപോലെ ശക്തൻ ദേശം ഒരുപാട് ദേശക്കാര് 10-14 ദേശക്കാര് ഇതിന്റെ പിന്നാലെ ഇറങ്ങിയിട്ടുള്ള ചരിത്രങ്ങളുണ്ടെന്ന്. ഇപ്പൊ അതൊക്കെ സൂചിച്ച് ഇപ്പൊ കുറഞ്ഞു, ദേശങ്ങളൊക്കെ കുറഞ്ഞു. 11 ദേശക്കാരായിരുന്നു, അതിപ്പോ 7 ദേശക്കാരിലേക്ക് ഒതുങ്ങി. പക്ഷെ എന്ത് ഇതൊക്കെ വന്നാലും കൂടി നമ്മുടെ ഓണത്തിന്റെ വൈബ് തൃശ്ശൂര് പുലിക്കളി തന്നെയാണ്. ആ പുലിക്കളി കൊട്ട് ടടൻ ടൺ ടൺ ടടൻ ടക ടക ടടൻ ടൺ ടൺ ടടൻ ടക ടക, ആ താളവും അതിനോടൊപ്പം മേലത്താളവും അരയില് കിലിങ്ങണ അരമണി കൂടി ഉണ്ടെങ്കിലാണ് ആ വൈബാണ്. അതാണെങ്കിൽ ഇപ്പോഴും പറയുമ്പില്ല, ഒരു ആവേശം തന്നെയാണ്. ഞങ്ങളുടെ കാണേണ്ട ആവശ്യം പുലിക്കളി തന്നെയാണ്. ആർപ്പോ പുലിക്കളി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു മേക്കപ്പ് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം കേട്ടോ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. മകളെ നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ പുലിക്കെട്ടും കാര്യങ്ങളൊക്കെ? ഓക്കെ, എന്താ നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്?
ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. Okay. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഫോണിൽ TV അതുപോലെ തന്നെ ഫോൺ ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. ആദ്യമായിട്ടാണ് ഇത് നേരിട്ട് കാണാൻ പറ്റുന്നത്. കാണുമ്പോ എന്ത് തോന്നിയിട്ടില്ല നിങ്ങൾക്ക്? ആദ്യം തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇങ്ങനെ പുലി കളർ അടിച്ചിട്ടുള്ളവര് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ ഇനിയും കാണണം. അതുപോലെ ഇനി ഞങ്ങൾ സെർച്ച് ഗ്രൗണ്ട് അവിടേക്ക് പോകും. ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയും കാണാൻ ആഗ്രഹമുണ്ട്. നമുക്കൊരു 3-3:30 കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ് കേട്ടോ, വേറെ പൈപ്പാണ് അല്ലേ? പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണെന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി അത് കണ്ടറിയാം നമുക്ക് അല്ലേ? അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ ഇപ്രാവശ്യത്തെ പുലിക്കളി അല്ലേ? ചേട്ടാ താങ്ക് യു കേട്ടോ. ഞങ്ങൾ ഗുരുവായൂരിനാ വന്നിക്കണത്. കാലത്ത് രാവിലെ എത്തിയിട്ടുണ്ടല്ലേ? 5 മണി വരെ വെയിറ്റ് ചെയ്യണത്. എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ. രവീന്ദ്രേട്ടാ നമസ്കാരം. ഓക്കെ, ഇത് എത്രാമത്തെ കൊല്ലാണ് നമ്മുടെ ഈ ഒരു പുലിവേഷം കിട്ടുന്നത്? ഞാൻ ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വേഷം ഇടുന്നത്. കോട്ടപ്രദേശത്തിന് വേഷം ഇട്ടിരുന്നത്. പിന്നെ അതിൽ 1-2 കൊല്ലൊക്കെ കുറച്ച് ഇങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം കോട്ടപ്പുറത്ത് നിന്ന് മാറി കാനാട്ടര ദേശത്ത് ആദ്യമായിട്ടാണ് ഞാൻ വേഷം കിട്ടുന്നത്. നമ്മുടെ ദേശത്ത് എൻ്റെ ചേട്ടന്മാർ 2 പേരുണ്ടായിരുന്നു. അവരുടെ കൂടെ വരെ ഞാൻ വേഷം കിട്ടിയിട്ടുള്ള നമ്മുടെ ഭാഗത്ത് കണ്ടമാനം ആൾക്കാർ വേഷം ഇടാറുണ്ട് കോട്ടപ്രദേശത്ത്. 10 വയസ്സ് 5ാം ക്ലാസ് എന്ന് പറയുമ്പോ 5ാം ക്ലാസ്സില് നമ്പൂരിതാല് സ്കൂളിൽ പഠിക്കുമ്പോ അവിടെ തൊട്ട് വേഷം തുടങ്ങിയതാ. ഇത് നമുക്ക് കെട്ടുമ്പോ ഒരു വേറെ ഒരു വൈബാണല്ലേ? അതിൽ നമ്മുടെ ദേശത്തിന്റെ തൃശ്ശൂരിന്റെ ഒരു ഇതല്ലേ, തനിതയായിട്ടുള്ളൊരു കലാരൂപമാണ് പുലിക്കളി. കാരണം 4 ഓണം നാളിലാണ് വരുന്നത്. ചതയാഘോഷം എന്ന് പറഞ്ഞാൽ 3 ഓണത്തിന്റെ അന്ന് കേരള സംസ്ഥാനത്തിലെ എല്ലാ ആഘോഷം തീരും. ഇന്നെന്ന് പറയുന്നത് തൃശ്ശൂർക്കാർക്കുള്ളൊരു ഓണാ. ഇന്നാണ് തൃശ്ശൂർ റൗണ്ടിൽ ചവിട്ടി മെതിച്ചങ്ങട് നൃത്തമാടിയിട്ട് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ജില്ലാ കളക്ടറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട്. സർ ഗുഡ് മോർണിംഗ്. ചെറിയൊരു ബ്ലോഗറാണ് കേട്ടോ. വളരെ സന്തോഷം. തൃശ്ശൂർ പുലിക്കളിയും പൂരവും തൃശ്ശൂരിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. നിങ്ങൾ രാവിലെ തൊട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും. ആവേശം എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് ഈ പുലിമടകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം സിറ്റി ഫുള്ള് പുലി ഇറങ്ങും. അപ്പം എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണ്. നമ്മളെല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിഗംഭീരമായിട്ട് തന്നെ നടക്കും. ശരി, ഓക്കെ, ശരി. ഏകദേശം വരകളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ പുലികളുടെ. മച്ചവരെ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കിങ്സിലാണ് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും? പുലിക്കളി കേട്ടോ. മച്ചവരെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിഞ്ഞു. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ കഴിച്ച്. കിട്ടില്ലനായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അപ്പൊ ഈ ഒരു തിരക്ക് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആണ് നമ്മുടെ കിങ്സിലെ ആ ഒരു തിരക്ക് ഉണ്ടാവും. മച്ചമാരെ അപ്പൊ നമ്മള് ഓട്ടോ കയറി. അതാ നമ്മുടെ ഓട്ടോ ചേട്ടൻ നമ്മുടെ ചേട്ടൻ്റെ ലോട്ടറി എടുത്തോണ്ടിരിക്കും. ചേട്ടാ അടിക്കില്ല ആൾക്ക്? അടിക്കട്ടെ ചേട്ടാ. അപ്പൊ ലോട്ടറി അടിക്കട്ടെ ചേട്ടാ. തീർച്ചയായിട്ടും സ്വാംശമാണ്. അപ്പൊ നേരെ നമ്മള് കേരള കോളേജ് കേട്ടാ. ജോസേട്ടൻ പുലിക്കളിയായിട്ട് ഇറങ്ങണില്ലെന്ന് വീട്ടിലെ കാര്യങ്ങളല്ലേ? നിങ്ങൾ ഓടിക്കഴിഞ്ഞാലേ പൈസയുള്ളൂ അല്ലേ? സംഭവം പുലിക്കളി കാണണം എന്നൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഒതുക്കും.
അതെ അതെ അതെ. ആ ഇവിടെ മതി ചേട്ടാ. അപ്പൊ എത്രയായി? 30 രൂപ. 40 രൂപ എടുത്തോ ജോസേട്ടൻ. അപ്പൊ തകർക്കട്ടെ നമുക്ക് പുലിക്കളി അല്ലേ? ഓക്കെ അപ്പൊ ഓക്കേട്ടാ. കാനാട്ടുകര ദേശം പുലികള് റൗണ്ടിലേക്ക് കയറാണ് കേട്ടോ. അല്ലേ ചേട്ടാ? നടുവിലാല് നടുലാലിന്റെ അടുക്ക് ഇപ്പൊ നമ്മുടെ രാംദാസിന്റെ അടുക്ക് പോയി ടേബിളൊക്കെ സെറ്റ് ആക്കാൻ പോകുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ അങ്ങടെ ഇത് പുലിക്കളി സെറ്റ് ആവും. ഇവിടെ നാട് മത്സരത്തിന്റെ തുടക്കം തിയേറ്റർ തൊട്ട് തുടങ്ങിയ പൊലി അവിടെ നിന്നാണ് തകർക്കുക. അവിടെ നാട് മത്സരമായി എല്ലാ ടീമുകളും അവിടെയാണ്. ഇവിടെ നാട് നമ്മള് നൈസായി പോകുന്നു. അവിടെ നിന്ന് കളി തുടങ്ങും. അവിടെ നിന്ന് മത്സരം. അവിടെ നിന്ന് പുലികളുടെ കളി വേഷം എല്ലാ ടേബിളെല്ലാം നോക്കി അതിലാണ് സമ്മാനം നിശ്ചയിക്കുന്നത്. മച്ചവരെ, അപ്പൊ നമ്മുടെ കാനാട്ടുകര ദേശം നമ്മൾക്ക് ഇതാ നടുവിലാല് എത്താറായിട്ടുണ്ട് കേട്ടോ. നടുവിലാല് എത്തനോട് കൂടിയിട്ടാണ് ആ ഒരു വൈബ് വരേട്ടാ. മച്ചവരെ, ഏതാനും നിമിഷത്തിനകം നമ്മള് ഇതാട്ടോ നടുവിലാല് കയറാൻ പോവാണ്. ഇതാ നടുവിലാല് എത്താൻ പോവാണ് നമ്മുടെ കാനാട്ടുകര ദേശം. ഇനി നിമിഷ നേരങ്ങൾ മാത്രട്ടോ. മച്ചവരെ, നമ്മൾ ഇതാട്ടോ നടുവിലാല് എത്തിക്കഴിഞ്ഞു. കാനാട്ടുകര ദേശം പുലികൾ ഇതാട്ടോ നടുവിലാല് എത്തിക്കാൻ കേട്ടോ. നേരമുള്ള കളിയല്ല, നടുവിലാല് ഇപ്പൊ എത്തി. നടുവിലാലിനാണ് ശരിക്കുള്ള ആ ഒരു പുലിക്കളി ആരംഭിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് ആ ഒരു മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള
ആ ഒരു ട്രോഫിയും സാമ്പത്തികവും കിട്ടും. ആ ഒരു ബേസ് വെച്ചിട്ട് അവരെത്രത്തോണ്ട് കളി നന്നാക്കാൻ പറ്റും ആ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അത് ഈ വന്നിട്ടുള്ള ഓരോ ദേശക്കാരായാലും. വിരാല് കയറി ഗണപതിക്ക് ഓരോ തേങ്ങ ഉടച്ചിട്ടാണ് പിന്നെ അവര് റൗണ്ടിലോട്ട് കയറണ കേട്ടോ. നമ്മുടെ നൻപൻ പുലിക്കളി നമ്മള് മോഡൽ ബോയ്സ് കഴിഞ്ഞിട്ട് മോഡൽ ബോയ്സ് ഒരുമിച്ചിട്ടാ. മച്ചവരെ നമ്മുടെ പുലികളൊക്കെ റൗണ്ട് കയറി തുടങ്ങി. അപ്പോ കാനാട്ടുകര ദേശത്തിന്റെ പുലികൾ ഇതായിട്ടപ്പോ റൗണ്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ റൗണ്ട് അടിച്ച് വരും. അപ്പോൾ അതോടുകൂടി ഈ വർഷത്തെ പുലിക്കളി സമാപ്തിയിലേക്കാവും കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പുലിക്കളിയൊക്കെ? ഉഷാറായിരുന്നു, തകർത്തു. എവിടുന്ന വരുന്നത് നിങ്ങള്? കുരിയച്ചിറ. ഓക്കെ, നമ്മുടെ തൃശ്ശൂരുകാർ തന്നെയാണ്. എന്തായാലും പ്രാവശ്യത്തെ പുലിക്കളി പൊളിച്ചു അല്ലേ? പുലിക്കളിക്ക് വെറൈറ്റി ഒരു സംഭവം കാട്ടിയരാട്ടാ. ഈ ഒരു കൊല്ലത്തെ പുലിക്കളി നമുക്കിവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത കൊല്ലം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണേട്ടാ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.